അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട അതിഗുരുതരമായ ഒരു വിഷയം. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇസ്ലാമിനെതിരെ ഇടക്കിടക്ക് ഒരു കൊട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത ചില ആളുകൾ, മുസ്ലിമീങ്ങൾ നന്നായി കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ചില ആളുകൾ, അത് ഏറ്റുപിടിക്കാൻ ചില മാധ്യമങ്ങളും, ആ ഒരു നല്ല മനസ്സിന് ഞാൻ ആദ്യമേ പ്രശംസിക്കട്ടെ. അവരോട് പറയാനുള്ളത്, താനിരിക്കുന്ന കൊമ്പ് ഒരിക്കലും തന്നെ മുറിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ നിലനിന്നിരുന്ന ഈ സൗഹൃദം എന്നും നിലനിൽക്കണം എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ അതിശക്തമായിട്ട് നിലനിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. എല്ലാ തിന്മകൾക്കെതിരെയും വിദ്വേഷം പരത്തുന്നവർക്കെതിരെയും നമ്മുടെ കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ കാർന്നു തിന്നുന്ന ലഹരി മയക്കുമരുന്നുകൾക്കെതിരെയും നാം ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടി നമ്മുടെ കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ചില ആളുകളും ചില മാധ്യമങ്ങളും, അവരോട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കൂടുതൽ നിങ്ങളുടെ അന്വേഷണങ്ങൾ ഊർജിതമാവട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം ഒരിക്കലും തന്നെ അത് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ ഒരാളിൽ നിന്നും അത് ഉണ്ടാകാൻ പാടില്ല. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹും അതിശക്തമായിട്ട് വിലക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനാണ് ശ്രമമെങ്കിൽ അതൊരിക്കലും തന്നെ നടക്കുകയില്ല. കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നതാണ്. നമ്മുടെ പൊതുസമൂഹത്തോട് ഒരു കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും ഒരു മണ്ണിര പത്തി വിടർത്തിയത് കൊണ്ട് ഒലിച്ചു പോകേണ്ട ഒന്നല്ല നമ്മുടെ ഈ സൗഹൃദം. അത് എന്നും നിലനിൽക്കണം. നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ തിന്മകൾക്കെതിരെ പോരാടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഞങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ മക്കളാണ് അതിൽ അകപ്പെട്ടത് എങ്കിൽ ഞങ്ങൾക്ക് അവരെ കൂടുതൽ പറഞ്ഞുകൊണ്ട് അവരെ നന്മയുടെ വക്താക്കളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോഴും ചില മാധ്യമങ്ങളുടെയും ചില മണ്ണിരകളുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് മുസ്ലിമീങ്ങളാണ് എന്നുള്ളതായ ആ പൊതുവായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കും സമൂഹത്തിനുമായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല. അതൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. അതിൽ മുസ്ലിമീങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വളരെയധികം സങ്കടവും അതുപോലെ തന്നെ ആ പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷവുമുണ്ട്. കാരണം ഒരു നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാനും നന്മയുടെ വക്താക്കളാക്കി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ. കാരണം അതാരാ ചെയ്തതെന്ന് വെച്ചാൽ, അത് നിങ്ങളെ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പറഞ്ഞുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളും നന്നായി വരുന്നു. അപ്പോഴും അപ്പുറത്തുള്ള ആളുകൾ അതൊക്കെ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, അതൊക്കെ മുസ്ലിമീങ്ങളാണ് എന്നുള്ളതായ ആ ഒരു ധാരണയാണ് ഉള്ളതെങ്കിൽ മുസ്ലിമീങ്ങൾ നന്നാവുകയും മറ്റുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറവ്, ഏതായാലും അത് ഏതിലാണ് കൂടുതൽ ഏതിലാണ് കുറവ് എന്ന് നോക്കിയിട്ടല്ല, നാം തിന്മക്കെതിരെ അതിശക്തമായിട്ട് പോരാടണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ അതിശക്തമായിട്ട് ആ ഒരു വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇനിയും അതിലേറെ ശക്തമായിട്ട് തന്നെ പോരാടുക തന്നെ ചെയ്യുമെന്നാണ് പറയാനുള്ളത്. അപ്പോഴും നാം അറിയാതെ നമ്മുടെ വീട്ടിൽ വളർന്ന് പന്തലിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ പേരിലിട്ടത് കൊണ്ട് നമ്മുടെ പിന്നിൽ വളരുന്നത് അത് വളരാതിരിക്കില്ല എന്ന ആ ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മുസ്ലിമീങ്ങളിലാണ് ഇതൊക്കെ കൂടുതലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ തരം താഴ്ത്താനാണ് ശ്രമമെങ്കിൽ അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുസ്ലിമീങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. അപ്പോഴും നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വളർന്ന് പന്തലിക്കുന്ന ആ പടുവൃക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പിന്നീട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പ്രശ്നമാക്കാതെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതി നാം ഒറ്റക്കെട്ടായി ശക്തമായിട്ട് പ്രതിരോധിക്കണം. നമ്മുടെ കേരളത്തെ, നമ്മുടെ ഇന്ത്യയെ ഒരേ മനസ്സോടെ നമുക്ക് വീണ്ടെടുക്കാം. മണ്ണിര പത്തി വിടർത്തട്ടെ.